നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്താണെന്ന് നോക്കാം നമുക്ക്. വെരിഫൈ ഏബൽസ് തിയറം ഫോർ ദ സൊല്യൂഷൻ y1 of t is equal to t power 1 by 2 and y2 of t is equal to t power minus 1 of the differential equation 2t square y double dash plus 3ty dash minus y is equal to 0 where t greater than 0. ഓക്കെ, അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏബൽസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, y1 ഉം y2 ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏബൽസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏബൽസ് തിയറം പ്രകാരം നമുക്കറിയുന്ന കാര്യം എന്താണ്? വ്രോൺസ്കിയൻ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ പവർ മൈനസ് ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം വ്രോൺസ്കിയൻ കണ്ടുപിടിക്കുക. അതുമാതിരി തന്നെ സി ഇ പവർ മൈനസ് പി ഓഫ് ടി ഡി ടിയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏബൽസ് തിയറം നമ്മളോട് വെരിഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. അതിന് മുന്നേ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളെപ്പോഴും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2y² y ഡബിൾ ഡാഷ് പ്ലസ് 3ty ഡാഷ് മൈനസ് y ഈസ് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? t ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതണം അല്ലേ. സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഇതിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതണം. എന്താ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുക പറഞ്ഞാൽ? y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി y ഡാഷ് മൈനസ് ക്യൂ ഓഫ് ടി y ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതാം. സോറി, മൈനസ് പറഞ്ഞില്ല ഞാനവിടെ. y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി y ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി y ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതണം. അതായത് ഈ y ഡബിൾ ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആക്കി മാറ്റണം. അങ്ങനെ മാറ്റി എഴുതുമ്പോഴാണ് നമുക്കത് എന്തായിട്ട് മാറുക? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? 2t² y ഡബിൾ ഡാഷ് പ്ലസ് 3ty y ഡാഷ് മൈനസ് y ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് 2t² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന് 2t² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഡബിൾ ഡാഷ് പ്ലസ് 3/2t y ഡാഷ് മൈനസ് 1/2t² y എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് ടേമിനെ നമുക്ക് 3t ഡിവൈഡഡ് ബൈ 2t² എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ടിയും ഈ t² ഒരു ടി കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് 3/2t എന്ന് കിട്ടിയിട്ടുള്ളത്. മറ്റേത് പറയുന്നത് -1/2t എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ നമ്മൾ, വിച്ച് ഈസ് എ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടുത്തെ പി ഓഫ് ടി എന്താണ്? 3/2t എന്ന് പറയുന്നത്. ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് -1/t² എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ പി ഓഫ് ടി ക്യൂ ടി. അതാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. പി ഓഫ് ടി ഇസ് ഈക്വൽ ടു 3/2t എന്നും ക്യൂ ഓഫ് ടി ഇസ് ഈക്വൽ ടു -1/2t² എന്ന് പറയുന്നത് രണ്ടും എഴുതിയത്. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുണ്ട്? ഏബൽസ് തിയറം നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു അല്ലേ, പിയും ക്യൂവും കണ്ടിന്യൂസ് ഓൺ ദ ഗിവൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതായത് ഗിവൺ ഇൻ്റർവെല്ലിൽ പിയും ക്യൂവും കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് നമ്മളോട് പറയണുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏബൽസ് തിയറം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ പിയും ക്യൂവും ഡിസ്കണ്ടിന്യൂസ് ആവണുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും പിയും ക്യൂവും പി എന്താ നമുക്ക് കിട്ടിയത്? 3/2t ആണ്. ഇത് എപ്പോഴേലും ഡിസ്കണ്ടിന്യൂസ് ആവും. എപ്പോഴാവുക? ഈ ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ. അപ്പോൾ 2t ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്ത് വരും? t ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. അപ്പോൾ t ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ പി ഓഫ് ടി ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി ഇതേമാതിരി തന്നെ നമ്മൾ നോക്കുക, ക്യൂ ഓഫ് ടി എവിടെയെങ്കിലും ഡിസ്കണ്ടിന്യൂസ് ആവുന്നുണ്ടോ നോക്കുക. അപ്പോൾ ക്യൂ ഓഫ് ടി നോക്കിക്കേ. അപ്പോൾ ഡിനോമിനേറ്റർ 0 കൊടുക്കുക. 2t² ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. 2t² ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ t² ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് t ഈസ് ഈക്വൽ ടു 0. അപ്പോൾ പിയും ക്യൂ എന്ന് പറയുന്നതും ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് t ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് പിയും ക്യൂ എന്താവുള്ളൂ? ഡിസ്കണ്ടിന്യൂസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷെ നമുക്ക് നമ്മുടെ ഇൻ്റർവെൽ തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ ഏതായിരുന്നു ഇൻ്റർവെൽ തന്നിട്ടുള്ളത്? t ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇൻ്റർവെൽ തന്നിട്ടുള്ളത്. അപ്പോൾ t ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ഇപ്പോൾ ഇവിടെ ഇതാണ് 0 എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ആ ഇൻ്റർവെൽ വരിക. 0 ഇതാണ് ഈ ഒരു പോയിന്റാണ് 0 എങ്കിൽ ഇങ്ങനെയാണ് ഇൻ്റർവെൽ വരിക. ഇവിടെ നിന്ന് 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ ഏതാ? നമ്മളിവിടെ എടുക്കുന്ന i എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടെ ആണ് ഓപ്പൺ 0 ആണ്.
0 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്. ഇവിടെ ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ല. 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലാണ്. പക്ഷേ ഈ ഇൻ്റർവെല്ലിൽ 0 ഉണ്ടോ? ഇല്ല. ഈ ഇൻ്റർവെല്ലിൽ 0 ഇല്ല, കാരണം 0ന് ശേഷമുള്ളതാണ്. ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ 0 അല്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പി ഓഫ് ടിയും ക്യൂ ഓഫ് ടിയും ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് അറ്റ് ദ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു 0 ആണ്. പക്ഷേ നമ്മുടെ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ എന്തില്ല? 0 ഇല്ല. അങ്ങനെ നമ്മുടെ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ 0 ഇല്ലെങ്കിൽ പിന്നെ ആ ഇൻ്റർവെല്ലിൽ എന്താണ്? പി ഓഫ് ടിയും ക്യൂ ഓഫ് ടിയും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ പി ഓഫ് ടി എന്ന് പറയുന്നതും ക്യൂ ഓഫ് ടി എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണ്. ബിക്കോസ് എന്താണ്? നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. ഇതിലെന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ഓഫ് ടി ആൻഡ് ക്യൂ ഓഫ് ടി ആർ കണ്ടിന്യൂസ് ഇൻ ദ ഇൻ്റർവെൽ ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏബൽസ് തിയറത്തിൻ്റെ അത് അപ്ലൈ ചെയ്യാം. എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? സി ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സി ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി കണ്ടുപിടിക്കുകയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു സി ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ പി ഇവിടെ എന്തായിരുന്നു? 3/2t ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3/2 കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ സി ഇ പവർ മൈനസ് 3/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1/t ഡി ടി. ഇൻറ്റഗ്രൽ 1/t ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് ടി അല്ലേ? അപ്പോൾ അതെന്തായിട്ട് മാറും? സി ഇ പവർ മൈനസ് 3/2 ഇൻറ്റു ln ടി എന്ന് വരും. നമ്മൾ ഈ പവറിനെ നമ്മൾ എങ്ങോട്ട് എടുക്കുകയാണ്? ടീൻ്റെ മുകളിലോട്ട് എടുക്കുക. അതായത് നമുക്ക് ഉള്ള റിസൾട്ടാണ് ln എക്സ് പവർ എ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ln എക്സ് എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ എ ഇൻറ്റു ln എക്സ് എന്ന് പറയുന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ln എക്സ് പവർ എ എന്ന് പറയുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിനകത്ത് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? സി ഇ പവർ ln ടി പവർ മൈനസ് 3/2 എന്ന് പറയും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് കൂടെയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അതെന്ത് വരും? സി ഇൻറ്റു ടി പവർ മൈനസ് 3/2 എന്ന് കിട്ടി. സി ഇൻറ്റു ടി പവർ മൈനസ് 3/2 എന്ന് കിട്ടി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി കൊടുത്തിട്ട് അവിടെ തന്നെ വെച്ചു. ഇനി നമുക്ക് വ്രോൺസ്കിയൻ ഓഫ് y1 ആൻഡ് y2 കണ്ടുപിടിക്കണം. അത് രണ്ടും കൂടി ഈക്വൽ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏബൽസ് തിയറം വെരിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്കിവിടെ രണ്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട് അല്ലേ? y1 ഓഫ് ടി ഈസ് ഈക്വൽ ടു y2 ഓഫ് ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്രോൺസ്കിയൻ കാണാൻ പറ്റും. ഇപ്പോൾ വ്രോൺസ്കിയൻ ഓഫ് y1 ആൻഡ് y2 വിച്ച് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനീഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിറ്റർമിനൻ്റ് ഓഫ് y1 y1 ഡാഷ് y2 y2 ഡാഷ്. ഇപ്പം നമ്മുടെ y1 എന്തായിരുന്നു? ടി പവർ 1/2. y2 ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കുക? 1/2 ഇൻറ്റു ടി പവർ 1/2 മൈനസ് 1 എന്ന് വരും. അതെന്തായിട്ട് മാറും? 1/2 ഇൻറ്റു ടി പവർ മൈനസ് 1/2. സോ ഇത് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താ പറയുകയാണ്? y2 എന്ന് പറയുന്നത് ടി പവർ മൈനസ് 1. ഇനി ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? y2 ഡാഷ് എന്ത് വരും? മൈനസ് 1 ഇൻറ്റു ടി പവർ മൈനസ് 1 മൈനസ് 1 എന്ന് വരും. സോ അതെന്തായിട്ട് മാറും? മൈനസ് ടി പവർ മൈനസ് 2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിറ്റർമിനൻ്റ് കാണുകയാണ്. സോ ടി പവർ 1/2 ഇൻറ്റു മൈനസ് ടി സ്ക്വയർ എന്ന് വരും. അല്ല, ടി പവർ മൈനസ് 2 എന്ന് വരും. സോ അതിവിടെ എഴുതി മൈനസ് 1/2 ഇൻറ്റു ടി പവർ മൈനസ് 1/2 ഇൻറ്റു ടി പവർ മൈനസ് 1. സോ അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ആ ടീൻ്റെ പവേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് എഴുതുകയാണ്. സോ എന്ത് വരും? മൈനസ് ഇൻറ്റു ടി പവർ 1/2 മൈനസ് 2 എന്നും മൈനസ് 1/2 ഇൻറ്റു ടി പവർ മൈനസ് 1/2 മൈനസ് 1 എന്നും എഴുതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1/2 മൈനസ് 2, ഇതിങ്ങനെ 1/2 മൈനസ് 2 ഇതൊക്കെ ചെയ്യാനറിയില്ലേ? 1 മൈനസ് 4/2 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 3/2 എന്ന് വന്നു. അതേമാതിരി ഇത് എന്ന് പറയുന്നത് ഒരു മൈനസ് 3/2 കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് ടേമിൽ നമുക്ക് എന്ത് വരും? മൈനസ് ടി പവർ മൈനസ് 3/2 മൈനസ് 1/2 ഇൻറ്റു ടി പവർ മൈനസ് 3/2 എന്ന് വരും. അപ്പോൾ രണ്ട് ടേമിലും ഈ ഒരു ഇതിലും ടി പവർ മൈനസ് 3/2 കോമൺ ആണ്, ഇതിലും ടി പവർ മൈനസ് 3/2 കോമൺ ആണ്. സോ നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ടി പവർ മൈനസ് 3/2 ഇൻറ്റു ബാക്കി ഇവിടെ എന്താണ്? മൈനസ് 1. ഈ ഒരു ടേമിൽ ബാക്കി എന്താണ്? മൈനസ് 1/2. സോ ടി പവർ മൈനസ് 3/2 ഇൻറ്റു മൈനസ് 1/2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈനസ് 1/2 എന്ന് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 3/2 ഇൻറ്റു ടി പവർ മൈനസ് 3/2 എന്ന് പറയാം. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ആദ്യം നമ്മൾ സി ഇ പവർ മൈനസ് ഇൻറ്റഗ്രൽ പി ഓഫ് ടി ഡി ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈ ടി പവർ മൈനസ് 3/2 എന്ന് കിട്ടി. അതേമാതിരി തന്നെ നമുക്ക് വ്രോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടി? മൈനസ് 3/2 ടി പവർ മൈനസ് 3/2 എന്ന് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ?
അപ്പോൾ ഇനി ഈ ഇതൊന്നും കൂടി നമുക്ക് എഴുതാൻ പറ്റും. വ്രോൺസ്കിയൻ ഓഫ് y1 ഓഫ് y2 is equal to -3/2 ഇൻറ്റു e⁻−p(t)dt. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഈക്വൽ അല്ലല്ലോ, അവിടെ സിയും ഇതിന് 3/2 അല്ലേ കിട്ടിയെന്നൊക്കെ ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്നത് അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻ പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനാണ് കിട്ടുന്നത്. സി is equal to -3/2ലാണ് ഈ ഹെബൽസ് തിയറം എന്ത് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് വ്രോൺസ്കിയൻ is equal to c(e⁻−p(t)dt) എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈ കേസിൽ സി എന്ന് പറയുന്നത് ഇപ്പോഴാകുമ്പോഴാണ് -3/2 ആകുമ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ വിച്ച് വെരിഫൈ എബൽസ് തിയറം ഫോർ ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എ ഗിനി solution given in this problem we must choose c is equal to -3/2. നമ്മൾ എന്താ അറിയേണ്ടത്, c is equal to എന്താ എടുക്കേണ്ടത്, -3/2 ആണ് നമ്മൾ ഈ ഒരു കേസിൽ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളോട് എബൽസ് തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എബൽസ് തിയറം പ്രകാരം എബൽസ് തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാം. പിയും ക്യൂവും എടുത്ത് എഴുതുക. പിയും ക്യൂവും ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതുക. തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ അത് രണ്ടും കണ്ടിന്യൂസ് ആണോ നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആണെങ്കിൽ പിന്നെ നമ്മൾ അടുത്തത് എന്ത് ചെയ്യുക, c(e⁻−p(t)dt) കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അതവിടെ വെച്ചിട്ട് അവിടെ വയ്ക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. y1 എന്ന് പറയണതും y2 എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വ്രോൺസ്കിയനും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടും ഈക്വേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ടാവും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ചിലപ്പോൾ സി ഓരോരുത്തർ സി എന്നുള്ളത് നമുക്ക് ഇൻ പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സീൻ്റെ വാല്യൂവിനായിരിക്കും അത് കറക്റ്റ് ആവുക. അപ്പോൾ ആ സി ഏതാണെന്ന് കൂടി മെൻഷൻ ചെയ്തിട്ട് എബൽസ് തിയറം വെരിഫൈഡ് ആവുന്നുണ്ട് എന്ന് നമുക്കവിടെ പറയാം. ഇത്രയാണ് ഒരു പ്രോബ്ലത്തിലുള്ളൂ. ഇനി ഒരു റിസൾട്ട് കൂടി ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ എബൽസ് തിയറം അല്ല, നമ്മളോട് വ്രോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് രണ്ട് സൊല്യൂഷൻ തന്നിട്ട് വ്രോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, രണ്ട് സൊല്യൂഷൻ തന്നിട്ട് വ്രോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിക്കണം. ഏത് ഡെഫിനിഷൻ, W ഓഫ് എന്താ പറയുക, ഈ ഒരു ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് W ഓഫ് ഈ y1 y2 എന്ന് പറഞ്ഞാൽ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അല്ല ഫൈൻഡ് ദ വ്രോൺസ്കിയൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെ മാത്രമേ ചോദിച്ചുള്ളൂ വിചാരിച്ചോ. ഇതൊന്നും തന്നിട്ടില്ല. നമുക്ക് ഫൈൻഡ് ദ വ്രോൺസ്കിയൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. പിയും ക്യൂവും കണ്ടിന്യൂസ് ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ എബൽസ് തിയറം വ്രോൺസ്കിയൻ W is equal to എന്ത് എഴുതാൻ പറ്റും, W is equal to അതായത് ഇങ്ങനെ കാണാം, W is equal to c(e⁻−p(t)dt) ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, വെറും ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രം തന്നു കഴിഞ്ഞാൽ പിയും ക്യൂവും കണ്ടിന്യൂസ് ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എബൽസ് തിയറം വെച്ചിട്ട് ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് വ്രോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ല രണ്ട് സൊല്യൂഷനാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ വെറും അതായത് ഇങ്ങനെ y1 ഉം y2 എന്ന് പറഞ്ഞ രണ്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വ്രോൺസ്കിയൻ്റെ ആദ്യത്തെ ഓൾറെഡി നമ്മൾ തുടക്കം മുതലേ പഠിച്ചുകൊണ്ട് വരുന്ന ആ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട്, ഏത് ഡെഫിനേഷൻ, ഈ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ് വ്രോൺസ്കിയൻ കാണേണ്ടത്. ഓക്കെ.